ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞായറാഴ്ച ദൈവശാസ്ത്ര പഠന ഞായറായി തിയോളജിക്കൽ എഡ്യൂക്കേഷൻ സൺഡേ ആയിട്ടാണ് സഭ ആചരിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും സഭയ്ക്ക് ആത്മീക നേതൃത്വം നൽകുവാനുള്ള ശുശ്രൂഷകരെ വാർത്തെടുക്കുക എന്നത് സഭയുടെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ്. ചെറുപ്പകാലം മുതലേ സംഘടനകൾ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ, ബാലജന സഖ്യം, തുടർന്ന് യുവജന സംഘടന, ഈ സംഘടനകളിലൂടെ വേദപുസ്തകം അടിസ്ഥാനപരമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്യുന്നതിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ. അതുപോലെ തന്നെ ദൈവീക ശുശ്രൂഷയ്ക്കായി ശുശ്രൂഷകരെ വാർത്തെടുക്കുന്നതിലും നാം അധികമായ പ്രാധാന്യം നൽകാറുണ്ട്. ഇപ്രകാരം ശുശ്രൂഷകരെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവശാസ്ത്ര പഠനം എന്നത്. അടിസ്ഥാനപരമായി ദൈവശാസ്ത്രം പഠിക്കുകയും വചനം വ്യാഖ്യാനിക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് അത് വ്യക്തമായും കാലോചിതമായും ദൈവജനത്തിന്റെ ഇടയിലെ ശുശ്രൂഷകൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമ കാലഘട്ടം മുതൽക്ക് തന്നെ ദൈവിക ശുശ്രൂഷയ്ക്കായി പുതുതലമുറകളെ വാർത്തെടുക്കുന്ന അനേകം ചരിത്രം നമുക്ക് കാണാം. യോശുവ ഇസ്രായേലിന്റെ വിമോചകനായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപേ മോശയോട് ചേർന്ന് നിന്ന് ആ ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എലീശ പ്രവാചകനെ ഏലിയാവ് തന്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയും താൻ കടന്നു പോകുന്ന ഇടങ്ങളിലും തന്റെ ശുശ്രൂഷകളിലും എലീശയെ കൂടെ കൂട്ടി തന്റെ ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നൽകുന്നുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവും തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 12 അപ്പോസ്തലന്മാരെ തന്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് തനിക്ക് ശേഷമുള്ള ശുശ്രൂഷകൾക്കായിട്ട് അവരെ ഒരുക്കുന്നുണ്ട്. കടന്നു പോകുന്ന ഇടങ്ങളിൽ വ്യക്തമായ ഉപദേശങ്ങളും ദർശനങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ട് കർത്താവ് അവരെ ഒരുക്കി എടുക്കുകയാണ്. ആദിമ സഭയുടെ വളർച്ചയിലും വേദശാസ്ത്ര പഠനത്തിന് വ്യക്തമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. ലേഖനങ്ങളിൽ പൗലൂസ് പറയുന്നുണ്ട്, തെറ്റായ ഉപദേശങ്ങളാൽ നിങ്ങൾ തെറ്റിപ്പോകരുത്. വേദപുസ്തകം അവരുടെ കരങ്ങളിലുണ്ട്, വചനം അവരുടെ കരങ്ങളിലുണ്ട്. എന്നാലും തെറ്റായ വ്യാഖ്യാനങ്ങളാൽ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന പ്രചാരണങ്ങളും വ്യാഖ്യാനങ്ങളും നിലനിന്ന ഒരു കാലഘട്ടങ്ങളിൽ ശരിയായ വ്യാഖ്യാനവും ശരിയായ പഠനവും പൗലോസ് അപ്പോസ്തലൻ ജനത്തിന്, സഭയ്ക്ക് നൽകുന്നുണ്ട്. ആദിമ സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ അന്ത്യോക്യ തുടങ്ങി പലയിടങ്ങളിലും ദൈവശാസ്ത്രം പഠിപ്പിക്കുവാനായിട്ട് സെമിനാരികൾ ആരംഭിച്ചു. അതിനു മുമ്പ് തന്നെ ഭവനങ്ങൾക്കുള്ളിൽ ഒരുമിച്ച് കൂടി വന്നിരുന്ന കൂട്ടായ്മകളിലും അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര പഠനവും വിശദീകരണവും വ്യാഖ്യാനവും നൽകിയിരുന്നത് ലേഖനങ്ങളിലൂടെ, അപ്പോസ്തല പ്രവർത്തികളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ദക്ഷിണ ഇന്ത്യ സഭ ദൈവശാസ്ത്ര പഠന ഞായർ എന്ന നിലയിൽ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ദൈവശാസ്ത്ര പഠനം വിശ്വസ്തരെ വാർത്തെടുക്കൽ എന്നതാണ്. ദൈവശാസ്ത്ര പഠനം വിശ്വസ്തരെ വാർത്തെടുക്കൽ, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ മേക്കിംഗ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തരായ ഒരു കൂട്ടം പേരെ വാർത്തെടുക്കുക, ഒരുക്കിയെടുക്കുക എന്നതാണ് ദൈവശാസ്ത്ര പഠനം. ദൈവശാസ്ത്ര പഠനത്തിൽ പ്രധാനമായും പഴയ പുതിയ നിയമങ്ങൾ, അത് എഴുതപ്പെട്ട ഭാഷയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. നാം വായിക്കുന്ന, നാം പഠിക്കുന്ന ഒരു വേദഭാഗം അതിന് ശരിയായ അർത്ഥം തിരിച്ചറിയണമെങ്കിൽ അത് എഴുതിയ കാലഘട്ടം ഏതാണ് എന്ന് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലെ സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു എന്നത് തിരിച്ചറിയണം. അത് ആർക്ക് വേണ്ടിയാണ്, ഏത് ജനതയ്ക്ക് വേണ്ടിയാണ് എഴുതി എന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അപ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം തിരിച്ചറിയുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് വേദപുസ്തക വായന, വേദപുസ്തക ധ്യാനം, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ് പോലെ തന്നെ ആ വേദപുസ്തകത്തിന്റെ ചരിത്രവും അടിസ്ഥാനപരമായിട്ട് പഠിക്കുമ്പോഴാണ് യഥാർത്ഥമായ അർത്ഥം ജനങ്ങളിൽ എത്തിക്കുവാനായിട്ട് കഴിയുന്നത്. വേദപുസ്തകം എഴുതപ്പെട്ട അതേ ആത്മാവിനാൽ അതിന്റെ അതേ അർത്ഥത്തോടെ ജനങ്ങളിൽ എത്തിക്കുവാൻ വേദശാസ്ത്ര പഠനത്തിന് അതിൻ്റെതായ പങ്കുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് വേദപുസ്തകം പുനർവായന ചെയ്യപ്പെടേണ്ടതും ആവശ്യമാണ്. ഇതെല്ലാം വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ പഠനത്തിലൂടെയാണ് സാധ്യമായി തീരുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വേദശാസ്ത്ര പഠനം വിശ്വസ്തരെ വാർത്തെടുക്കൽ. നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങൾ അടിസ്ഥാനമാക്കി എന്ത് ചിന്തകളാണ് നമുക്ക് നൽകുന്നത്? എപ്രകാരമാണ് വേദശാസ്ത്ര പഠനത്തിലൂടെ വിശ്വസ്തരായ ഒരു കൂട്ടം പേരെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുക? ഒന്നാമതായി യോശുവ 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. യോശുവ 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. ആ വേദഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത ദൈവശാസ്ത്ര പഠനം ഇന്നലകളിലെ ദൈവിക ഇടപെടലുകളുടെ
ഓർമ്മ ഫലകങ്ങളെ തിരിച്ചറിയലാണ്. ദൈവശാസ്ത്ര പഠനം ഇന്നലകളിലെ ദൈവീക ഇടപെടലുകളിലെ ഓർമ്മ ഫലകങ്ങളുടെ തിരിച്ചറിയലാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. മോശയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച യാത്ര ഏകദേശം 40 വർഷം നീണ്ട് കനാൻ ദേശത്തോട് അടുത്തിരിക്കുകയാണ്. യോർദാൻ നദി കടന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജനത്തിന് നേതൃത്വം നൽകുന്നത് യോശുവയാണ്. നിറഞ്ഞൊഴുകുന്ന യോർദാന്റെ മധ്യേ എങ്ങനെയാണ് യോർദാൻ കടക്കുക എന്ന ആകുലതകളോടെ ജനം ആയിരിക്കുമ്പോൾ യോശുവ വളരെ ശക്തമായി വിശ്വാസത്തോടെ ജനത്തിന് നേതൃത്വം നൽകുകയാണ്. ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു വന്ന വ്യക്തിയാണ് യോശുവ. അതുകൊണ്ട് തന്നെ നിറഞ്ഞൊഴുകുന്ന യോർദാൻ യോശുവെ സംബന്ധിച്ച് ഒന്നും തന്നെയല്ല. എന്നാൽ കടന്നു വന്ന ജനത്തിൽ അധികം പേരും ചെങ്കടൽ കടന്നവരല്ല. അനേകം പേർ വഴിമധ്യേ മരിച്ചു വീണവരാണ്. പുതിയ തലമുറ ഇന്ന് യോർദാന് മുമ്പിലായിരിക്കുമ്പോൾ ചെങ്കടൽ കണ്ടിട്ടില്ലാത്ത, ചെങ്കടലിലെ ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയാത്ത ഒരു കൂട്ടം ജനവുമായി യോശുവ യോർദാന്റെ തീരത്ത് ആയിരിക്കുകയാണ്. ദൈവം പറഞ്ഞതനുസരിച്ച് യോശുവ യോർദാൻ കടക്കുന്നുണ്ട്. ചെങ്കടലിൽ എങ്ങനെയാണോ തന്റെ പൂർവികരെ ദൈവം കരുതിയത്, അതുപോലെ തന്നെ യോർദാനിലും ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനതയെ ദൈവം മറുകരയിൽ എത്തിക്കുകയാണ്. യോശുവയോട് ദൈവം പറയുകയാണ്, ഓരോ ഗോത്രക്കാരോടും പറയേണ്ടുന്നത്, നിങ്ങൾ ഈ യോർദാൻ കടക്കുമ്പോൾ യോർദാനിൽ നിന്നും ഓരോ കല്ലുകൾ ഓർമ്മക്കല്ലുകളായിട്ട് എടുക്കണം. ഓരോ ഗോത്രങ്ങളും 12 ഗോത്രങ്ങളും 12 കല്ലുകൾ ഓർമ്മക്കല്ലുകളായിട്ട് എടുക്കുകയും അതൊരു ജ്ഞാപകമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം. യോശുവ 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യോശുവ ഇസ്രായേൽ ജനതയോട് പ്രകാരം പറയുന്നുണ്ട്, വരും തലമുറ ഈ കല്ലുകൾ എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കും. ആ സമയത്ത് യോർദാനിലെ വെള്ളത്തെ വേർതിരിച്ച് ഉണങ്ങിയ നിലത്തുകൂടി ദൈവം നടത്തിയ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ തലമുറകൾക്ക് പകർന്നു നൽകുവാനായിട്ട് കഴിയണം. ഇപ്രകാരം ഇന്നലകളിലെ ദൈവീക നടത്തിപ്പുകളെ തലമുറകളായിട്ട് കൈമാറുവാനുള്ള ഓർമ്മക്കല്ലുകളായി, ജ്ഞാപകങ്ങളായിട്ട് ഇത് നിലനിൽക്കണം എന്നതാണ്. ദൈവശാസ്ത്ര പഠനം എന്നത് ഇന്നലകളിലെ ദൈവീക ഇടപെടലുകളെ തിരിച്ചറിയുക, അത് പകർന്നു നൽകുക എന്നതാണ്. അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര പഠനത്തിലൂടെ സാധ്യമാകുന്നത് വേദപുസ്തക ചരിത്രത്തെ ആഴമായിട്ട് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും കഴിയുന്നു എന്നതാണ്. ആ തിരിച്ചറിവാണ് തലമുറകളിലേക്ക്, ജനതയിലേക്ക് നാം കൈമാറുന്നത്. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ എങ്ങനെയാണ് പരിഹാരം കാണുക എന്ന ചിന്തകളോടെ, ചോദ്യചിഹ്നങ്ങളോടെ ജനമായിരിക്കുമ്പോൾ ഇന്നലകളിലെ ദൈവീക നടത്തിപ്പിന്റെ അനുഭവങ്ങളെ ജനതയ്ക്ക് പകർന്നു നൽകുവാനായിട്ട് കഴിയണം. ദൈവശാസ്ത്ര പഠനത്തിലൂടെ വിദ്യാർത്ഥികളിലേക്ക് അത് പകർന്നു നൽകുമ്പോൾ അത് ആഴമുള്ള ഓർമ്മകളായിട്ട് മാറുകയും ആ ഓർമ്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ട് അവർ ഒരുക്കപ്പെടുകയും ചെയ്യുകയാണ്. ദൈവശാസ്ത്ര പഠനത്തിലൂടെ ചരിത്രത്തിലെ ദൈവീക ഇടപെടലുകളെ ശാസ്ത്രീയമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു എന്നതാണ്. പഴയ പുതിയ നിയമങ്ങൾ അതിന്റെ മൂലഭാഷയിൽ പഠിക്കുകയും ഓരോ വാക്യങ്ങളും എക്സജീസസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കുവാൻ, ആ അർത്ഥം ജനങ്ങളിലേക്ക് പകർന്നു നൽകുവാനായിട്ട് കഴിയണം. ഇസ്രായേൽ ഗോത്രങ്ങൾ യോർദാൻ നദീതീരത്ത് സൂക്ഷിക്കുന്ന കല്ലുകൾ എന്താണ് എന്ന് തലമുറ ചോദിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു നൽകുവാനായിട്ട് കഴിയണമെങ്കിൽ അതിന്റെ പിന്നിലെ ചരിത്രം തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഈ ചരിത്രബോധവും ഈ അർത്ഥവുമാണ് വേദശാസ്ത്ര പഠനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നത്. അടിസ്ഥാനപരമായി ദൈവശാസ്ത്രം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങൾക്കും ഉള്ളിലുള്ള യഥാർത്ഥമായ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് നൽകുവാനും ജനതയെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരുവാനും കഴിയും. പ്രിയ ദൈവജനമേ, മറഞ്ഞുപോയ അനേകം ഓർമ്മ ഫലകങ്ങളുണ്ട്, മറഞ്ഞുപോയ അനേകം ജ്ഞാപകങ്ങളുണ്ട്. ചിലതൊക്കെ എഴുതപ്പെട്ടതാണ്, ചിലതൊക്കെ എഴുതാതെ പോയതാണ്. എന്നാൽ ഇവയെ തിരിച്ചറിയുവാനും അത് വിശ്വാസ സമൂഹത്തിന്റെ അരികിലേക്ക് പകർന്നു നൽകുവാനും കഴിയുമ്പോഴാണ് ഒരു വലിയ കൂട്ടായ്മ ബന്ധത്തിൽ ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന്റെ കരുതലിന്റെ ബോധ്യത്തോടെ ദൈവജനത്തിന് ആത്മീകമായിട്ട് വളരുവാനായിട്ട് കഴിയുക. അത് ദൈവശാസ്ത്ര പഠനത്തിലൂടെ സാധ്യമാകുന്നു എന്നതാണ്. ദൈവശാസ്ത്ര പഠനത്തിന്റെ പ്രാധാന്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചരിത്രത്തിലെ ദൈവീക ഇടപെടലുകളുടെ ഓർമ്മകളെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ ഈ പഠനം സഹായിക്കുന്നു എന്നതാണ്. ഈ ഓർമ്മകൾ ശരിയായ തലത്തിൽ വേദശാസ്ത്ര പഠനത്തിലൂടെ പകർന്നു നൽകുവാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമതായി നാം ലേഖന ഭാഗമായിട്ട് വായിച്ചു കേട്ട
അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. 1 തിമോഥെയോസ് 6-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. ആ വേദഭാഗങ്ങൾ നൽകുന്ന രണ്ടാമത്തെ ചിന്ത, ദൈവശാസ്ത്ര പഠനം സമർപ്പണമുള്ള ശുശ്രൂഷകരെ രൂപപ്പെടുത്തലാണ്. ദൈവശാസ്ത്ര പഠനം സമർപ്പണമുള്ള ശുശ്രൂഷകരെ വാർത്തെടുക്കലാണ്. തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായ തിമോഥെയോസിന് ലേഖനത്തിലൂടെ ആത്മീക ഉപദേശങ്ങൾ നൽകുകയാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നീ നിന്റെ ജീവിതത്തെ നയിക്കേണ്ടുന്നത്, എന്തിനൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ നീ പ്രാധാന്യം നൽകേണ്ടുന്നത്. ചിലയിടങ്ങളിലൊക്കെ ശുശ്രൂഷകളിൽ നീ വീണുപോകുവാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് അത്തരം വീഴ്ചകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാതെ സമർപ്പണമുള്ള ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് നിനക്ക് കഴിയണം. 1 തിമോഥെയോസ് 6-ാം അധ്യായം ആരംഭ വാക്യങ്ങൾ മുതൽ വളരെ വ്യക്തമായ ദർശനം പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് നൽകുകയാണ്. പൗലോസ് പറയുകയാണ്, മാതൃകയുള്ള ദാസനായിരിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാണ് നാം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ് നാം. നമ്മുടെ വാക്കുകളിൽ കൂടി മാത്രമായി പോകരുത് ഉപദേശം. നമ്മുടെ ജീവിതത്തിലൂടെ ആ ഉപദേശത്തിന്റെ അനുഭവങ്ങളെ തിരിച്ചറിയുവാനായിട്ട് ജനത്തിന് കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ശുശ്രൂഷ എന്നത്, ദൈവവേല എന്ന് പറയുന്നത് പണം സമ്പാദിക്കുവാനുള്ള ഒരു മാർഗമല്ല. ദൈവഭക്തി ആദായ സൂത്രമല്ല. ആദായം ഉണ്ടാക്കുവാൻ, പണം ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു മാർഗമല്ല ദൈവവേല. പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകത്തിൽ നിന്നും മടങ്ങുമ്പോഴും നാം ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് വയ്പിൻ. വളരെ സാധാരണമായ ഒരു ജീവിതം നയിക്കേണ്ടുന്നതിനെ കുറിച്ചും ഭൗതികതയിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ പോകാതിരിക്കേണ്ടതിനെ കുറിച്ചും വളരെ വ്യക്തമായ ബോധ്യമാണ് പൗലോസ് തിമോഥെയോസിനോട് നൽകുന്നത്. തിമോഥെയോസിനോട് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമാണ്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിൽ നിന്നും മാറി നടക്കുവാനായിട്ട് ഉപദേശം നൽകിയിട്ട് പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, പിന്നെ എങ്ങനെയാണ് നീ നിന്റെ ജീവിതത്തെ നയിക്കേണ്ടുന്നത്. നാം വായിച്ചു കേട്ട വേദഭാഗം 1 തിമോഥെയോസ് 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം വിട്ടോടുക, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് കഴിയണം. ക്രിസ്തുവിലുള്ള ഭാവം നിന്നിലൂടെ ജനതയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ക്രിസ്തുവായി മാറുവാൻ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിട്ട് മാറുവാൻ നിനക്ക് കഴിയണം. ഈ വിധത്തിൽ വളരെ അടിസ്ഥാനപരമായ ഉപദേശം തിമോഥെയോസിന് പൗലോസ് നൽകുമ്പോൾ സമർപ്പണമുള്ള ഒരു ജീവിതത്തിലേക്ക് തിമോഥെയോസിനെ നയിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവശാസ്ത്ര പഠനം അറിവ് മാത്രം പകർന്നു നൽകുന്ന ഇടമല്ല, പകരം സമർപ്പണമുള്ള ശുശ്രൂഷകരെ വാർത്തെടുക്കുന്ന ഇടമാണ്. ദൈവശാസ്ത്ര പഠനം തലച്ചോറിലേക്ക് അറിവ് മാത്രം പകർന്നു നൽകുന്ന ഒരിടമല്ല, പകരം ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഇടമാണ്. സമർപ്പണമുള്ള ശുശ്രൂഷകരെ വാർത്തെടുക്കുന്ന ഇടമാണ്. മറ്റൊരു വിദ്യാഭ്യാസത്തിലും ലഭിക്കാത്തൊരു മാറ്റമാണ് ദൈവശാസ്ത്ര പഠനത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നത്. ദൈവശാസ്ത്ര പഠനം അറിവ് മാത്രം പകർന്നു നൽകുന്ന ഇടമല്ല. മനസ്സിലാക്കേണ്ടുന്നത്, ബുദ്ധിയുള്ള, പരിജ്ഞാനമുള്ള ഏത് വ്യക്തിക്കും ദൈവശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയും. ശാസ്ത്രീയമായിട്ട് വേദപുസ്തകം പഠിക്കുവാനും വ്യാഖ്യാനിക്കുവാനും ഒക്കെ കഴിയും. പ്രസിദ്ധരായ തിയോളജിയൻസ് ആയിട്ട് മാറുവാനായിട്ട് കഴിയും. പക്ഷേ ഈ പഠനത്തിലൂടെ തങ്ങളുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ശുശ്രൂഷകരായിട്ട് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഭ ദൈവശാസ്ത്ര പഠനത്തിലൂടെ ആഗ്രഹിക്കുന്നത് അറിവുള്ള ഒരു തലമുറ, ഒരു ശുശ്രൂഷ സമൂഹം ഉണ്ടാവുക എന്നതല്ല, പ്രൊഫഷണലായിട്ട് തിയോളജി പഠിക്കുന്ന ഒരു വിഭാഗം രൂപപ്പെടുക എന്നതല്ല. അതിനേക്കാൾ അപ്പുറമായി പഠിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ സമർപ്പണമുള്ള ശുശ്രൂഷകർ രൂപപ്പെടുക എന്നതാണ് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിലൂടെ ആഗ്രഹിക്കുന്നത്. ഇന്ന് സഭ ദൈവശാസ്ത്ര പഠനത്തിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവശാസ്ത്ര പഠനം സമർപ്പണമുള്ള ശുശ്രൂഷകരെ വാർത്തെടുക്കലാണ്. മൂന്നാമതായി നാം പാഠമായി വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത, ദൈവശാസ്ത്ര പഠനം ഹൃദയങ്ങളെ നല്ല നിലങ്ങളായി രൂപപ്പെടുത്തലാണ്. ഹൃദയങ്ങളെ നല്ല നിലങ്ങളായി രൂപപ്പെടുത്തലാണ് ദൈവശാസ്ത്ര പഠനം. വിത്ത് വിതയ്പ്പാൻ പോയ വിതക്കാരന്റെ ഉപമയാണ് മത്തായി സുവിശേഷത്തിൽ നാം കാണുവാൻ കഴിയുന്നത്. വിത്ത് വിതയ്ക്കുകയാണ്, വചനമാകുന്ന വിത്ത് വിതയ്ക്കുകയാണ്. എന്നാൽ
100 മേനി ഫലം കായ്ച്ചത് നല്ല നിലത്ത് വീണ വിത്തുകൾ മാത്രമാണ്. ചില വിത്തുകളൊക്കെ വഴിയരികിൽ വീണുപോയി, ചിലത് പാറപ്പുറത്ത് വീണു പോയിട്ടുണ്ട്, ചിലത് മുള്ളുകൾക്കിടയിൽ വീണു പോയിട്ടുണ്ട്. നല്ല നിലത്ത് വീണ വിത്തുകളാണ് 100 മേനി ഫലവത്തായിട്ട് മാറിയത്. ദൈവശാസ്ത്ര പഠനത്തിലൂടെ വിതയ്ക്കുവാൻ പഠിക്കുകയല്ല, പകരം നല്ല നിലങ്ങളെ ഒരുക്കുവാൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ നല്ല നിലങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ജനതയുടെ ഹൃദയങ്ങളെ നല്ല നിലങ്ങളായിട്ട് മാറ്റുവാനായിട്ടുള്ള പഠനമാണ് ദൈവശാസ്ത്ര പഠനത്തിലൂടെ സാധ്യമാകുന്നത്. മുള്ളുകൾ നിറയപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ, മുള്ളുകൾ നിറയപ്പെട്ട മനസ്സുകളെ ചെത്തി ഒതുക്കി നല്ല നിലങ്ങളായിട്ട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. പാറകളായിട്ട് മാറിപ്പോയ ജീവിതങ്ങളുണ്ട്. നൽകുന്ന വചനം ഒന്നും ഉള്ളിലേക്ക് കടന്നു പോകാതെ കഠിനമായി പോയ ഹൃദയങ്ങളുണ്ട്. അത്തരം ഹൃദയങ്ങളെ മൃദുലമുള്ള മാംസളമുള്ള ഹൃദയങ്ങളാക്കി മാറ്റുവാൻ, പാറകളെ പൊടിച്ച് മണ്ണാക്കി വളക്കൂറുള്ള നിലങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയണം. മനുഷ്യൻ നടന്നു പോകുന്ന നിലങ്ങളെ, അങ്ങനെ ആർക്കും നടക്കുവാൻ കഴിയുന്ന അനുഭവങ്ങളെ മാറ്റി വേലി കെട്ടി ഒതുക്കി കിളച്ച് നല്ല നിലങ്ങളായിട്ട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. വിത്ത് വിതയ്ക്കുക മാത്രമല്ല, നല്ല നിലത്ത് വിതയ്ക്കുക എന്നതാണ് ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദൗത്യം. അതിന് ഹൃദയങ്ങളെ നല്ല നിലങ്ങളായി രൂപപ്പെടുത്തുവാനായിട്ടുള്ള പരിശീലനം ആവശ്യമാണ്. പ്രിയ ദൈവജനമേ, ദൈവശാസ്ത്ര പഠനത്തിലൂടെ ശുശ്രൂഷകളിലേക്ക് ലഭ്യമാകുന്നത് ഒരു വലിയ പാസ്റ്ററൽ കെയറിന്റെ ശുശ്രൂഷയാണ്. ജനത്തിന്റെ അരികിലേക്ക് കടന്നു പോവുകയും അവന്റെ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിയുകയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റപ്പെടുമ്പോഴാണ് നാം വിതയ്ക്കുന്ന വിത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴങ്ങളിലേക്ക് വേരൂന്നുകയും അത് ഫലമായിട്ട് പുറപ്പെടുവിക്കുവാനും കഴിയുന്നത്. ദൈവശാസ്ത്ര പഠനത്തിലൂടെ സഭ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് തിയോളജിക്കൽ സൺഡേ ആയിട്ട് ദക്ഷിണ കേരള മഹായിടവക ദക്ഷിണേന്ത്യ സഭ ആചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവശാസ്ത്ര പഠനത്തിലൂടെ സഭ ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ ഇന്ന് ഫലവത്താക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? വിശ്വസ്തരായ ഒരു കൂട്ടം ശുശ്രൂഷകരെ വാർത്തെടുക്കലാണ് ദൈവശാസ്ത്ര പഠനത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ഒരു വാർത്തെടുക്കപ്പെടുന്ന അനുഭവം ഇന്ന് സംഭവിക്കുന്നുണ്ടോ? ഒരുപക്ഷെ പേരിനോട് ചേർത്ത് അനേകം ഡിഗ്രികൾ വാരിക്കൂട്ടുവാൻ, എഴുതി ചേർക്കുവാൻ വ്യഗ്രത കൊള്ളുന്നവരായിട്ട് പലപ്പോഴും നാം മാറുമ്പോഴും യഥാർത്ഥമായ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തവരായിട്ട് മാറിപ്പോകുന്നില്ലേ? ശരിയായ ശുശ്രൂഷ, ദൈവശാസ്ത്ര പഠനം അടിസ്ഥാനപരമായിട്ട് ലഭ്യമായിട്ടും ഡിഗ്രി, PG പഠനങ്ങളും ഡോക്ടറേറ്റ് പഠനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടും ശരിയായ ശുശ്രൂഷ ജനങ്ങൾക്ക് നൽകുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനങ്ങളിൽ എവിടെയൊക്കെയോ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, യഥാർത്ഥമായ രൂപാന്തരം സംഭവിക്കാതെ പോകുന്നുണ്ട്. അറിവ് മാത്രം പകർന്നു നൽകുന്ന ഇടങ്ങളായി നമ്മുടെ പഠന മേഖലകളും സെമിനാരികളും മാറുകയല്ല, പകരം യഥാർത്ഥമായ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ജനതയെ നയിക്കേണ്ടതുണ്ട്. 2025 ജൂലൈ മാസം ജ്ഞാന നിക്ഷേപം എന്ന മാഗസീനിൽ ജോസഫ് സാമുവേൽ സാർ എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട്. ആഗ്രഹങ്ങൾ എന്ന തന്റെ കവിതയിൽ അത് ഇപ്രകാരം ചേർക്കുന്നുണ്ട്: എനിക്കൊന്ന് കേൾക്കണം, യാഥാർത്ഥ്യങ്ങളുമായി പുലബന്ധമില്ലാത്ത പുൽപ്പുറ്റുമലകളിലെ നിരർത്ഥക വാക്കുകളല്ല, പ്രസാദ വർഷം ചൊരിയുന്ന നിത്യജീവ മൊഴികളെ. ഒരു സാധാരണക്കാരൻ, ഒരു വിശ്വാസി തന്റെ ആഗ്രഹം കവിതയിലൂടെ പങ്കുവയ്ക്കലാണ്. ആ പങ്കുവയ്ക്കൽ ദൈവ ശുശ്രൂഷകർക്ക്, ദൈവശാസ്ത്ര ചിന്തകന്മാർക്ക്, സെമിനാരി പഠനത്തിലായിരിക്കുന്നവർക്ക്, പഠനം കഴിഞ്ഞ ശുശ്രൂഷകർക്ക് ഒരു വലിയ ചലഞ്ചായിട്ട് അദ്ദേഹം എഴുതി ചേർക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, പുൽപ്പുറ്റുകളിൽ നിന്നും കടന്നു വരുന്ന നിരർത്ഥകമായ വാക്കുകളല്ല ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവന്റെ മൊഴികളാണ് എന്നാണ്. ദൈവജനമേ, നിത്യജീവന്റെ മൊഴികളെ പകർന്നു നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന വേദനകളിൽ, നിരാശകളിൽ, സങ്കടങ്ങളിലായിരിക്കുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് ആശ്വാസത്തിന്റെ വചനങ്ങളെ പകർന്നു നൽകുവാൻ, രൂപാന്തരത്തിന്റെ വചനങ്ങളെ പകർന്നു നൽകുവാൻ, അവരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നുന്ന അടിസ്ഥാനപരമായ വചനങ്ങളെ പകർന്നു നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വേദശാസ്ത്ര പഠനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവശാസ്ത്ര പഠനത്തിന്റെ ഏറ്റവും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവശാസ്ത്ര പഠനത്തെ കരുതുവാനും സപ്പോർട്ട് ചെയ്യുവാനും നമുക്ക് കഴിയണം. ഒരുപക്ഷെ അനേകം പേർ ദൈവശാസ്ത്ര പഠനത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടും സാമ്പത്തികമായിട്ട് കഴിയാതെ പിന്നോക്കം നിൽക്കുന്ന അനേകം പേരുണ്ട്. പഠനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത സെമിനാരികളിലുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നിലേക്ക് ഇന്ന് സെമിനാരികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
തീർച്ചയായിട്ടും ദൈവശാസ്ത്ര പഠനത്തിലൂടെ വിശ്വസ്തരായ ദൈവ ശുശ്രൂഷകരെ വാർത്തെടുക്കലാണ് സംഭവിക്കുന്നുവെന്ന ബോധ്യത്തോടെ ദൈവശാസ്ത്ര പഠനത്തെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സഭകൾക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ശരിയായ രൂപാന്തരം തങ്ങളുടെ വിദ്യാർത്ഥികളിൽ വരുത്തുവാൻ കഴിയുന്ന വിധത്തിൽ വേദശാസ്ത്ര പഠനത്തെ കാലിക പ്രാധാന്യത്തോടെ ഒരുക്കുവാനായിട്ട് സഭകൾക്കും സെമിനാരികൾക്കും സാധിക്കണം. അപ്രകാരം ഏറ്റവും അടിസ്ഥാനപരമായി ദൈവശാസ്ത്രം പഠിക്കുവാൻ, അത് ജനത്തിന്റെ അരികിലേക്ക് എത്തിക്കുവാൻ, അതിലൂടെ സഭ വിശ്വാസമുള്ള ഒരു സമൂഹമായിട്ട് വളരട്ടെ. അതിന് ദൈവം നമ്മെ ഏവരെയും ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.